ഹലോ ഡിയർ കോഡ് ലേണേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് പ്രോഗ്രാംസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഗ്രേറ്റസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കാണാനുള്ള ഒരു പ്രോഗ്രാമാണ്. അത് തന്നെ നമുക്ക് 3 രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യന് ഒരു ടെമ്പറേച്ചർ വാല്യൂ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ സെൽഷ്യസിൽ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട പ്രോഗ്രാമും, അതേപോലെ ഫാരൻഹീറ്റിലാണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം. അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഗ്രേറ്റസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കാണാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് ഒരു 3 രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നിങ്ങൾക്ക് ഗ്രേറ്റസ്റ്റ് ഓഫ് 3 കാണുന്നുണ്ടെങ്കിൽ 3 നമ്പേഴ്സ് ഫസ്റ്റ് റീഡ് ചെയ്യേണ്ടി വരും. സോ എ ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്യുക, അത് എയിലോട്ട് സ്റ്റോർ ചെയ്യുക. അതേപോലെ സെക്കൻഡ് നമ്പർ റീഡ് ചെയ്യുക, മൂന്നാമത്തെ നമ്പർ റീഡ് ചെയ്യുക. സോ സെക്കൻഡ് നമ്പർ, ദെൻ തേർഡ് നമ്പർ. വേരിയബിൾസ് ബി സി, മൂന്ന് വേരിയബിൾസിലോട്ട് വാല്യൂസ് റീഡ് ചെയ്തു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മെത്തേഡ് സിമ്പിളായിട്ടൊരു മെത്തേഡാണ്. അതായത് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി. അപ്പോൾ ഇവിടെ എന്താണ്, എ ഗ്രേറ്റർ ദാൻ ബിയും ആകണം, അതേപോലെ എ ഗ്രേറ്റർ ദാൻ സിയും ആകണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആകുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എ കോമ ഈസ് ബിഗ്ഗസ്റ്റ്. ഇതിൻ്റെ മീനിങ് എന്താണ്, ഇവിടെ എ എന്നുള്ള ഡബിൾ കോഡിനുള്ളിലല്ല കൊടുത്തിട്ടുള്ളത്. അതായത് എ എന്നുള്ള വേരിയബിളിനകത്ത് നിങ്ങൾ എന്താണോ ഇൻപുട്ട് ചെയ്യുന്നത് ആ വാല്യൂടെ റീപ്ലേസ് ആയിക്കോളും. അപ്പോൾ 30 ആണ് ഇൻപുട്ട് ചെയ്യുമെങ്കിൽ 30 ഈസ് ബിഗ്ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. ഇനി അതല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഇഫ് ബി ഗ്രേറ്റർ ദാൻ എ ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ബി ഈസ് ബിഗ്ഗസ്റ്റ്. ഇനി അതും അല്ലെങ്കിലോ, ഇഫ് സി ഗ്രേറ്റർ ദാൻ എ ആൻഡ് സി ഗ്രേറ്റർ ദാൻ ബി, അങ്ങനെയാണെങ്കിൽ സി ഈസ് ബിഗ്ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് പ്രിന്റ് ചെയ്യാം. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. ഇതൊന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ഫയൽ നെയിം ടെസ്റ്റ് എന്ന് കൊടുക്കാം, ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ എൻ്റർ ദ ഫസ്റ്റ് നമ്പർ 40, എൻ്റർ ദ സെക്കൻഡ് നമ്പർ 30, എൻ്റർ ദ തേർഡ് നമ്പർ 50. സോ 50 ഈസ് ബിഗ്ഗസ്റ്റ്. അപ്പോൾ അത് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡിൽ ഇവിടെ നിങ്ങൾ ആൻഡ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ എഴുതാം. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി, ഇങ്ങനെ എഴുതിയാലും പ്രോഗ്രാം വർക്ക് ചെയ്യും. അതേപോലെ ബി ഗ്രേറ്റർ ദാൻ എ ഗ്രേറ്റർ ദാൻ സി, സോ സി ഗ്രേറ്റർ ദാൻ എ ഗ്രേറ്റർ ദാൻ ബി. ഇത് റൺ ചെയ്താലും നിങ്ങൾക്ക് സെയിം ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുക. ഫോർ എക്സാമ്പിൾ 67, 89, 45. സോ 89 ഈസ് ബിഗ്ഗസ്റ്റ്. അപ്പോൾ ഇത് രണ്ടാമത്തെ മെത്തേഡ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് നെസ്റ്റഡ് ഇഫ് എൽസ് ലോജിക്ക് യൂസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ 3 നമ്പേഴ്സ് റീഡ് ചെയ്തിട്ടുണ്ട്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ, ഇനി ഈ ലൈൻസ് നമുക്ക് ഇല്ല കേട്ടോ, അത് റിമൂവ് ചെയ്യും ഞാൻ. സോ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഇതിനുള്ളിലോട്ട് കടക്കും അല്ലേ. ഇഫ് എ ഗ്രേറ്റർ ദാൻ സി ആണോന്നും കൂടി നോക്കൂ. അപ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ മാത്രമേ ഇതിനുള്ളിലോട്ട് കയറുള്ളൂ. സോ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സിക്ക് ഇക്വലൻ്റ് ആണ് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എ ഈസ് ബിഗ്ഗസ്റ്റ്. ഓക്കെ, ഇനി ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി ആണ്, അപ്പോൾ ഇതിനുള്ളിലോട്ട് വന്നു. സോ ഒരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്തു, എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് നോക്കി. അപ്പോൾ ഈ കണ്ടീഷൻ ഫാൾസ് ആവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് എ ഗ്രേറ്റർ ദാൻ ബി ആണ്, പക്ഷേ എ ഗ്രേറ്റർ ദാൻ സി അല്ല. അപ്പോൾ അതെങ്ങനെ എഴുതും, അതിനാണ് നിങ്ങളിവിടെ ഒരു എൽസ് എഴുതുന്നത്. എൽസ്. ഓക്കെ, അതിൻ്റെ മീനിങ് എന്താണ്, എ ഗ്രേറ്റർ ദാൻ ബി ആണ്, പക്ഷേ എ ഗ്രേറ്റർ ദാൻ സി അല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സി ഈസ് ബിഗ്ഗസ്റ്റ് അല്ലേ. സി ഈസ് ബിഗ്ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രിന്റ് ചെയ്യാം, സി ഈസ് ബിഗ്ഗസ്റ്റ്. ഇനി ഇവിടെ ഈ കണ്ടീഷൻ ഫാൾസ് ആവുകയാണെങ്കിൽ, അതായത് എ ഗ്രേറ്റർ ദാൻ ബി അല്ലെങ്കിൽ, അതിന് മീനിങ് എന്താണ്, ബി ഗ്രേറ്റർ ദാൻ എ ആണെന്നാണ് അല്ലേ. അതായത് എ ഗ്രേറ്റർ ദാൻ ബി അല്ലെങ്കിലാണ് ഈ എൽസിലോട്ട് വരിക. ദാറ്റ് മീൻസ് ബി ഗ്രേറ്റർ ദാൻ എ ആകുമ്പോൾ ഇങ്ങോട്ട് വന്നോളും. അവിടെ നമുക്ക് ഒരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യേണ്ടി വരും. ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി ആണോന്നും കൂടി നോക്കുക. അതായത് ബി ഗ്രേറ്റർ ദാൻ എ ആകുമ്പോഴാണ് ഇങ്ങോട്ട് വരിക. സോ ബി ഗ്രേറ്റർ ദാൻ സി ആണോന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ്
ബി ഈസ് ബിഗ്ഗസ്റ്റ്. സോറി, ഇവിടെ സി ഉണ്ട്, സി ഈസ് ബിഗ്ഗസ്റ്റ് എന്നുണ്ട്. അപ്പോൾ ഇവിടെ ബി ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ ഇങ്ങോട്ട് വന്നു. സോ ബി ഗ്രേറ്റർ ദാൻ സി ആണോന്നും കൂടി നോക്കി. അങ്ങനെയാണെങ്കിൽ ബി ഈസ് ബിഗ്ഗസ്റ്റ്. ഇനി അതല്ലെങ്കിലോ ഇവിടെ ഒരു എൽസ് കണ്ടീഷൻ കൂടി കൊടുക്കാം. അതായത് ബി ഗ്രേറ്റർ ദാൻ എ ആണ്, പക്ഷേ ബി ഗ്രേറ്റർ ദാൻ സി അല്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ വി ക്യാൻ സേ ദാറ്റ് സി ഈസ് ബിഗ്ഗസ്റ്റ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ മെത്തേഡ്. ഇതൊന്ന് സേവ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. So enter the first number 45, enter the second number 34, enter the third number 87. So 87 is biggest എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് മെത്തേഡിൽ നിങ്ങൾക്ക് ബിഗ്ഗസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കാണാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം ലോജിക്കാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ പ്രോഗ്രാം നിങ്ങൾ ഒരു ടെമ്പറേച്ചർ വാല്യൂ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സെൽഷ്യസിലാണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതേപോലെ യൂസറോട് ഫാരൻഹീറ്റിൽ വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ ചോദിക്കുക, അതിനെ കറസ്പോണ്ടിങ് സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ നമുക്കിവിടെ ഫസ്റ്റ് ഫാരൻഹീറ്റിൽ അല്ലെങ്കിൽ സെൽഷ്യസിലൊന്ന് റീഡ് ചെയ്യിക്കാം. സോ എൻ്റർ ദ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് എന്ന് കൊടുക്കാം. എൻ്റർ ദ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ്. സെൽഷ്യസിൽ ടെമ്പറേച്ചർ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. സോ എഫ് ഈക്വൽ ടു ഇൻപുട്ട് ചെയ്ത ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് ഇൻറ്റു 9/5 പ്ലസ് 32 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻപുട്ട് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ അത് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ പ്രിന്റ് ദ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് അല്ലേ, ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഫാരൻഹീറ്റ് വാല്യൂ പ്രിന്റ് ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ടെമ്പറേച്ചർ ഫാരൻഹീറ്റിൽ റീഡ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യണം, സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇതെല്ലാം രണ്ടും കൂടി ഒറ്റ പ്രോഗ്രാം ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റിൽ ഇൻപുട്ട് ചെയ്യിക്കാം, അത് എഫ് എന്നുള്ള വേരിയബിളിനകത്തോട്ട് റീഡ് ചെയ്യാം. സോ സി ഈക്വൽ ടു എഫ് മൈനസ് 32, അത് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. എഫ് മൈനസ് 32 ഇൻറ്റു 5/9. അതായത് ഈ ഇക്വേഷൻ തന്നെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. സോ എഫ് മൈനസ് 32 ഇൻറ്റു 5/9. സോ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് ഈസ് ആ സിയുടെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ്. ഫോർ എക്സാമ്പിൾ 36 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് ഈസ് 96.8. ഇനി നമുക്ക് ഫാരൻഹീറ്റിൽ ഇൻപുട്ട് ചെയ്യണം. ഫാരൻഹീറ്റിൽ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ. സോ നമുക്ക് ഫാരൻഹീറ്റിൽ 98 കൊടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് ഈസ് 36.66. അപ്പോൾ ഈ ഒരു കേസിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടെമ്പറേച്ചർ നമുക്ക് ഇൻറ്റിജർ വാല്യൂ മാത്രമേ ഇൻപുട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഫാരൻഹീറ്റും ഇൻറ്റിജർ വാല്യൂ മാത്രമേ ഇൻപുട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് സെൽഷ്യസോ അല്ലെങ്കിൽ ഫാരൻഹീറ്റോ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ഇൻപുട്ട് ചെയ്യേണ്ട കേസ് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ അതിന് ചെയ്യേണ്ടത് ഇവിടെ ഫ്ലോട്ട് ഓഫ് എന്നിട്ട് കൊടുക്കുക, ഫ്ലോട്ട് ഓഫ്. അപ്പോൾ ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇൻറ്റിജർ വാല്യൂ ഇൻപുട്ട് ചെയ്യാം, ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ഇൻപുട്ട് ചെയ്യാം. ഇനി ഇതൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എൻ്റർ ദ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ്, ഒരു 37 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ 98.6 ആണ്. ഇതേപോലെ ഫാരൻഹീറ്റ് നമുക്ക് 98.6 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ നിങ്ങൾക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. സോ ദ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് ഈസ് 37. അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം. തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.